നമ്മുടെ ആലപ്പുഴ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് കടലും കായലും കരിമീനും ഹൗസ് ബോട്ടും ഒക്കെയാണ്. അപ്പോൾ ഒരു 2 ദിവസത്തേക്കാണ് നമ്മൾ ആലപ്പുഴ കറങ്ങാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ എത്തുന്നതിന് മുമ്പേ ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബീച്ച് വേ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ അസ്തമയ ഹോം സ്റ്റേയിലേക്ക് പോകുന്നത്. നല്ലൊരു ബീച്ച് ആക്സസ് ഉള്ള ഒരു കിടിലൻ ഹോം സ്റ്റേ ആണിത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ദിവസമൊക്കെ അവിടെ കിടന്ന് ഓടാനും ചാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂം ഒന്ന് ഓടി കണ്ടിട്ട് വരാം. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. നല്ല വുഡൻ ഫർണിച്ചേഴ്സൊക്കെ കൊടുത്ത് നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള റൂമായിരുന്നു. നമ്മൾ 2 റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മതിൽ പൊക്കി കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചെറിയ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ആണ് മതിൽ പൊക്കി കെട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഒരു കാഴ്ചയ്ക്കൊരു ചെറിയ തടസ്സം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഒട്ടും താമസിക്കുന്നില്ല, നേരെ ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ഷിക്കാര റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 3 o'clock സ്റ്റാർട്ട് ചെയ്തു. ഇനിയുള്ളൊരു 3 മണിക്കൂർ 6 മണി വരെ നമ്മൾ ഈ ബോട്ടയിൽ ആലപ്പുഴ മൊത്തം ചുറ്റി കാണാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ടീ ബ്രേക്ക് ഒക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അറിയുന്ന ഏതോ ഹോട്ടലും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കയറി കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ബാക്കി യാത്രയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രഷായിട്ട് ചെമ്മീൻ, കരിമീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചത്, ചെമ്മീനൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ എനിക്ക് കരിമീനൊരു ചെളിമണം പോലെ അടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഹോട്ടലിലൊരു പരുന്നുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്തോ പരുന്നാണ്. അപ്പം ആൾക്കാരിങ്ങനെ വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മേത്ത് വന്നിരിക്കുകയോ കയ്യിലിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ചെറിയൊരു ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷിക്കാര വീണ്ടും ഓടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തോണിക്കകത്ത് നിറച്ചും അരിച്ചാക്കുകളാണ് കേട്ടോ. പാടത്തുനിന്ന് തലച്ചുമടായിട്ട് കൊണ്ടുവന്ന് തോണിയിൽ നിറച്ചിട്ടാണ് അക്കരയ്ക്ക് എത്തിക്കുന്നത്. ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ എന്തുകൊണ്ടും ഷിക്കാര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടുകളെ അപേക്ഷിച്ച് ചിലവ് വളരെ കുറവാണ്. നമ്മളെപ്പോലെയുള്ള ചെറിയ ഫാമിലീസിന് 4-5 പേരുള്ള ഫാമിലിക്കൊക്കെ ഷിക്കാര അടിപൊളിയാണ്. കായലിലെ തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കായലിൽ കാണുന്നത്. സീസൺ അല്ലാന്നിട്ട് കൂടിയിട്ട് പലതരത്തിലുള്ള ഹൗസ് ബോട്ട് പല ടൈപ്പിൽ സൈസിലൊക്കെ ഉള്ളത്. ഈ തൊമ്മൂനെയും യസുവിനെയും നോക്കാനായിരുന്നു പാട്. കാരണം ഇവർ ഈ വെള്ളം കാണുമ്പോഴത്തേക്കും ഇത് ഓപ്പണും കൂടെ ആയതുകൊണ്ട് ഇവരിങ്ങനെ കുനിഞ്ഞ് കിടന്ന് നോക്കുവാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഭയങ്കര ഒരു നമുക്ക് ടെൻഷൻ. ഇവരെ കൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇവർ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും വെമ്പനാട്ട് കായലിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺസെറ്റ് അവിടെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്പീഡ് ബോട്ട് പോയാലോ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ടൈം വർക്കലയിൽ പോയപ്പം കിഡ്സിന് സ്പീഡ് ബോട്ട് അലൗഡ് അല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കിടിലൻ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ നേരെ ഇനി ഇന്നത്തെ പരിപാടിയെല്ലാം സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ഈ രാവിലത്തെ ഒരു കടൽ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല നീല കളറിൽ എല്ലാവരും മീൻ പിടിച്ചിട്ട് വരുന്നവരും പിടിക്കാൻ പോകുന്നവരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അവിടെ. ദിവസവും മണലിൽ കളിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കോലത്തിലാണ് അവിടെ നിന്ന് പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നത്. കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ നമുക്കിനി ഇന്നത്തെ ലഞ്ച് നമ്മൾ ഗരുഡാഗിരിയിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കുളിച്ച് റെഡിയായിട്ട് വേണം പോകാൻ. ഈ ഗരുഡാഗിരി എന്ന് പറയുമ്പോൾ ഒരു കള്ള് ഷാപ്പാട്ടോ. അവിടെ നമ്മളൊരു 3 years ബാക്കാണ് ലാസ്റ്റ് ടൈം അവിടുന്ന് ഫുഡ് കഴിച്ചത്. ആ സമയത്ത് ഞാനും ഇതിനും ഡാഡി മമ്മിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഇവരെയൊക്കെ കൂട്ടി തൊമ്മൂസൊക്കെ ഉണ്ടല്ലോ അവരെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ അന്ന് കഴിച്ച ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല, അത്ര പോരായിരുന്നു. എൻ്റെ അറിയത്തില്ല, ഇപ്പം 3 years ഒക്കെ ആയില്ലേ, അപ്പോൾ അതിൻ്റേതായ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ചെമ്മീനും കക്കയും ബീഫും പോർക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പം പോർക്ക് അത്യാവശ്യം നല്ലതായിരുന്നു.
അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിന് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പം ഇന്ന് വൈകുന്നേരം നമുക്ക് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ പോകണം. ആലപ്പുഴ ബീച്ചിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ തൊമ്മു ചെന്നപ്പോൾ തന്നെ തൊമ്മുവിന് വേണ്ടുന്നതൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ അതേ തന്നെയായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിങ്ങും പിന്നെ പാരാസൈലിങ്, സ്പീഡ് ബോട്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. നമ്മൾ ഒത്തിരി ലേറ്റ് ആവുന്നവരെ ബീച്ചിൽ നിന്നില്ലായിരുന്നു. അന്നേരത്തേക്ക് ഇവർ വയലൻ്റ് ആകാനൊക്കെ തുടങ്ങി. യെസ്സും എല്ലാം മണലിക്കളിയും പിന്നെ നമ്മൾ അതിനുള്ള സെറ്റപ്പിൽ വരാത്തത് കൊണ്ട് പിന്നെ ചെറിയൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ കൊച്ചിക്ക് തിരിച്ചു പോകും. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ആലപ്പുഴയിലുള്ള മധുചേട്ടൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡും കൂടെ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നൊരു കാര്യമാണ്. പറഞ്ഞ് ഒത്തിരി റീൽസും റിവ്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നിതിൻ ഓൾറെഡി അതിന് മുമ്പ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് അവിടെ നിന്നാണ് ലഞ്ചും കൂടെ കഴിച്ചിട്ട് നേരെ കൊച്ചിക്ക് വിടുന്നത്. അപ്പം മീനൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ മെനു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നേരെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നല്ല കിടിലൻ സീ ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം മൺഡേ വരാൻ നിൽക്കുന്നവരാണെങ്കിൽ മൺഡേ വരാൻ നിൽക്കുന്നത്. മൺഡേ അവധിയാണ്. അപ്പം തൊമ്മുമൊക്കെ ഓടിപ്പോയി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് വലിയ തിരക്ക് കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ വണ്ടി വെക്കാൻ പോയിട്ട് ഇവിടെ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടത്തില്ല. ഒരാളുടെ ബാക്കിൽ ഒരാൾ നിന്നിട്ടാണ് സീറ്റ് പിടിക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം എന്തൊക്കെ വേണമെന്ന് എല്ലാം പറഞ്ഞ് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ചാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. എല്ലാം മസാല തേച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ പറയുന്നതനുസരിച്ചാണ് അവർ ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം നല്ല ആവോലി വറുത്തതും ചെമ്മീൻ ഫ്രൈയും കക്ക ഫ്രൈയും പിന്നെ നല്ല ഫിഷ് മാംഗോ കറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ അതാ ഈ കാണുന്നതാണ് മധുചേട്ടൻ. അപ്പം മധുചേട്ടൻ എല്ലാവരോടും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എന്തൊക്കെ വേണമെന്നും കൊള്ളാവോന്നും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ എന്നൊക്കെ ഉള്ളതെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇപ്പോൾ മധുചേട്ടനെ കണ്ട് സംസാരിച്ചു. അപ്പം ഇനി ഒട്ടും താമസമില്ലാതെ ചേർത്തലയിൽ നിന്ന് ഷൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിയിലെത്തുന്നതായിരിക്കും. അപ്പം ഇതുണ്ടോ, തിരക്കില്ലാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ സ്ഥലം കിടക്കുന്നത്. തിരക്കായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ ചെന്ന് കഴിച്ചതുകൊണ്ട്. അപ്പം നമ്മുടെ ആലപ്പുഴ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ